ദുരിതബാധിതർക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പണം തട്ടിയെടുത്ത CPM പ്രവർത്തകർക്കെതിരെ കേസ്. ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 3 CPM പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ സ്വാഭാവികം. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പണം തട്ടിയെടുത്തതിന് CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി നിരവധി സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഇത്തരത്തിൽ നിരവധി ചലഞ്ചുകളും സഹായ പ്രവർത്തനങ്ങളും എല്ലാം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് CPM നിയന്ത്രിക്കുന്ന ഒരു ടണൽ എന്ന് പറയുന്ന ഒരു ജനകീയ കൂട്ടായ്മയുടെ പേരിൽ ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ബിരിയാണി ചലഞ്ച് 100 രൂപ നിരക്കിൽ 1200ഓളം ബിരിയാണികൾ വിൽക്കുകയും ഇതിന്റെ ഭാഗമായി ലഭിച്ച 1,20,000 രൂപ നാളെ ഇതുവരെ സർക്കാരിനേക്ക് കൈമാറുകയോ ഇല്ലെങ്കിൽ ഇതിനൊരു കണക്ക് രേഖപ്പെടുത്തിയില്ല എന്ന ഒരു പരാതിയിലാണ് ഇപ്പോൾ ഈ CPM പ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തിട്ടുള്ളത്. സത്യമായിട്ടൊരു അബദ്ധം പറ്റിയത് കേസാക്കരുത്. CPM ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 3 പേരാണ് ഈ കേസിലെ പ്രതികൾ. ഇതിൽ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷിച്ചതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തതിന്റെ പേരിലാണ് 3 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കായംകുളം പുതുപ്പള്ളി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം CB ശിവരാജൻ, തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, DYFI മേഖലാ പ്രസിഡന്റ് അമൽ രാജ് എന്നിവർക്കെതിരെയാണ് കായംകുളം പോലീസ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബർ 1 തീയതിയാണ് തണൽ എന്നൊരു ജനകീയ കൂട്ടായ്മ എന്ന പേരിലൊരു സഹകരണ സംഘം അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ആ ദിവസം 1,20,000 രൂപ ഇവർ സമാഹരിച്ചു എന്നാണ് പരാതി. അതിൽ പോലീസ് അന്വേഷിച്ചിരുന്നും അത്തരത്തിലുള്ള തുക ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ പണം സർക്കാരിലേക്ക് അടച്ചിട്ടില്ല എന്ന് കൃത്യമായ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കായംകുളം പോലീസ് ഈ 3 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അവർ അങ്ങനെ ചോദിച്ചാലൊന്നും എരപ്പാളി സത്യം പറയില്ല സാറേ. കള്ള തിരുമാലിയല്ലേ അവൻ. സാറിന്റെ ഒറ്റമൂലി പ്രയോഗിക്കും സാറേ. ഇവൻ മണി പോലെ പറയും. ബിരിയാണി ചലഞ്ച് 100 രൂപ നിരക്കിൽ 1200ഓളം ബിരിയാണികൾ വിൽക്കുകയും ഇതിന്റെ ഭാഗമായി ലഭിച്ച 1,20,000 രൂപ നാളെ ഇതുവരെ സർക്കാരിനേക്ക് കൈമാറുകയോ ഇല്ലെങ്കിൽ ഇതിനൊരു കണക്ക് രേഖപ്പെടുത്തിയോ ഇല്ല എന്ന ഒരു പരാതിയിലാണ് ഇപ്പോൾ ഈ CPM പ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഗോപി വെറും ഗോപിയല്ല സാർ, പിരിവൻ ഗോപി. പിരിവൻ ഗോപിയല്ല, പിരിവ് ഗോപി. പിരിവ് ഞങ്ങളുടെ ജനസേവനമാണ്. സേവിച്ചോ, പക്ഷെ എന്നും സേവിച്ച ഞങ്ങൾ ഒരുപോക്കായി പോകും. എന്ന് ആലോചിച്ച് നോക്കണം. വയനാട് ദുരിതബാധിതർക്കായി സമാഹരിച്ച തുകയാണ് ഈ രീതിയിൽ കൈയിട്ട് വാരുന്നത്. ഇത് പിരിവിനുള്ള രസീത് ബുക്കായിരിക്കും. അതെ സർ, നോക്കട്ടെ. ഇത് അച്ചടിപ്പിച്ചിട്ട് എത്ര വർഷമായി? വർഷമോ? കഴിഞ്ഞ ആഴ്ച അടുപ്പിച്ചല്ലേ സർ? എന്തായാലും സങ്കടകരമായ കാര്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പേരിൽ ചൂഷണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് മനുഷ്യരായിട്ട് ജനിച്ച ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അയ്യോ ഭാഗ്യം, നമ്മളെ പഴയ സ്ഥലത്ത് ആരും വന്നിട്ടില്ല. അവിടെ ആവുമ്പോ നല്ല കാറ്റിട്ടും. എനിക്കോ സ്ഥലം മാറി ഉറക്കം കിട്ടും.